നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് കൊച്ചിയുടെ ചരിത്രവും പാരമ്പര്യവും ഇന്നും തുടിക്കുന്ന പള്ളുരുത്തി പുലവാണിഭത്തിലാണ്. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള മൺപാത്രങ്ങളുടെയും മുളയുൽപ്പന്നങ്ങളുടെയും ഈ വലിയ വിപണി വിശേഷങ്ങൾ നമുക്കൊന്ന് കണ്ടുനോക്കിയാലോ? പള്ളുരുത്തി ധനഞ്ജയ ക്ഷേത്രത്തിലെ ആറാട്ടുത്സവത്തോടനുബന്ധിച്ചാണ് ഈ പുലവാണിഭം നടക്കുന്നത്. പണ്ട് കാലത്ത് കാർഷിക ഉപകരണങ്ങൾക്കും വീട്ടുപകരണങ്ങൾക്കും വേണ്ടിയുള്ള പ്രധാന കേന്ദ്രമായിരുന്നു ഇത്. ഇന്നും ആ തനിമ ഒട്ടും ചോരാതെ മൺചട്ടികളും തവികളും പായകളുമൊക്കെയായി ഈ ചന്ത സജീവമാണ്. പഴയകാല വസ്തുക്കൾ മാത്രമല്ല, ഇന്നത്തെ കാലത്തെ കളിപ്പാട്ടങ്ങളും മറ്റ് ഗൃഹോപകരണങ്ങളും വളരെ കുറഞ്ഞ വിലയിൽ ഇവിടെ ലഭ്യമാണ്. നിങ്ങൾ നേരത്തെ കണ്ടതുപോലെ 10 രൂപ മുതലുള്ള കൗതുക വസ്തുക്കൾ ഇവിടെ സുലഭമാണ്. നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ഇവിടുത്തെ പകൽ കാഴ്ചകളാണ്. ഉത്സവത്തിന്റെ ആരവം തുടങ്ങുന്നതിന് തൊട്ടുമുമ്പുള്ള ആ ഒരു തയ്യാറെടുപ്പിലാണ് ഇവിടുത്തെ വ്യാപാരികളെല്ലാം. സത്യം പറഞ്ഞാൽ പള്ളുരുത്തി പുലവാണിഭത്തിന്റെ യഥാർത്ഥ വൈബ് തുടങ്ങുന്നത് സന്ധ്യ കഴിഞ്ഞാണ്. ഇപ്പോൾ അധികം കടകളൊന്നും തുറന്നിട്ടില്ല. ഓരോരുത്തരായി സാധനങ്ങൾ അടുക്കി വെക്കുന്നതേയുള്ളൂ. മൺപാത്രങ്ങളും മുളകൊണ്ടുള്ള കുട്ടകളും തഴപ്പായകളുമൊക്കെയായി തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു. കടകൾ പൂർണ്ണമായും തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കാലുകുത്താൻ ഇടമുണ്ടാവില്ല. കുറഞ്ഞ വിലയിൽ വീട്ടുപകരണങ്ങളും കളിപ്പാട്ടങ്ങളും കരകൗശല വസ്തുക്കളുമൊക്കെ വാങ്ങാൻ ആളുകൾ ഒഴുകിയെത്തും. പകൽ സമയത്ത് വന്നാൽ തിരക്കില്ലാതെ ഈ ഒരുക്കങ്ങൾ കാണാമെന്നൊരു ഗുണമുണ്ട്. വർഷത്തിലൊരിക്കൽ ധനുമാസത്തിലാണ് ഇത് നടക്കുന്നത്. കൊച്ചിയിലെ പാരമ്പര്യം തൊട്ടറിയാൻ ആഗ്രഹമുള്ളവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒന്നാണ് ഈ പുലവാണിഭം. നിങ്ങൾ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വിശേഷവുമായി വീണ്ടും കാണാം.